അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെ 2 ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏതാണോ ശരിയായിട്ടുള്ള ഉത്തരം അതിന് നേരെ മാത്രം ശരി നൽകുക. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്ത്രീ കിടന്ന് ഉറങ്ങരുത്. കമിഴ്ന്ന് മലർന്ന്. അപ്പം സ്ത്രീ കിടന്ന് ഉറങ്ങരുത്. അപ്പം അതിനോട് ശരിയായിട്ടുള്ളത് ഏതാണ്? മലർന്ന് എന്നുള്ളതാണ്. മലർന്നാണ് സ്ത്രീകൾക്ക് കിടന്നുറങ്ങാൻ പാടില്ലാത്തത്. അപ്പോൾ മലർന്ന് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഒരു പകുതി മരണമാണ്. ഉറക്കം, ചിന്ത. ഏതാണ് ശരി? ഉറക്കം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, സ്വർണം ധരിക്കൽ പുരുഷന് സുന്നത്താണ്, ഹറാമാണ്. ഏതാണ് ശരി? ഹറാമാണ് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത്, ഈമാനിൻ്റെ പകുതിയാണ് ദുഃഖം, ക്ഷമ. അപ്പോൾ ക്ഷമ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, അന്നപാനീയങ്ങൾ അല്ലാഹു നൽകുന്ന വലിയ സ്വതഖയാണ്, അനുഗ്രഹമാണ്. അപ്പം എന്താണ്? അനുഗ്രഹമാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അവസാനത്തെ ചോദ്യം, നമീമത്ത് ഇഷ്ട വിനോദമാണ്. ഫിറഔനിന്, ഇബ്ലീസിന്. ഏതാണ് ശരി? ഇബ്ലീസിന് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഉറക്കിൻ്റെ മര്യാദകൾ. അപ്പോൾ ഉറക്കിൻ്റെ മര്യാദകൾ ഏതെങ്കിലും 2 എണ്ണം മാത്രമാണ് അവിടെ എഴുതി കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഏതെല്ലാം എന്ന് നോക്കാം. മിസ്വാക്ക് ചെയ്യുക, വുളൂ എടുക്കുക, സൂറത്തു ഇഖ്ലാസ്, മുഅവ്വിദതൈനി എന്നീ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക, ആയത്തുൽ കുർസി ഓതുക, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലുക. പിന്നെ നമ്മൾ പഠിച്ച ഒരു കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. അതും എന്ത് ചെയ്യുക? ചൊല്ലുക. പിന്നെ ഉണരുമ്പോൾ ഉള്ള ദിക്ർ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ദിക്റും ചൊല്ലുക. അപ്പം ഏതെങ്കിലും 2 എണ്ണം മാത്രമാണ് അവിടെ ഉറക്കിൻ്റെ മര്യാദകളിൽ പെട്ടത് എഴുതാനുള്ളത്. അപ്പം അത് ശ്രദ്ധിച്ചെഴുതുക. രണ്ടാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഏതെങ്കിലും 2 എണ്ണമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക, അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രം ധരിക്കുക, വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഏതെല്ലാമാണ്? ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. പിന്നെയോ, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവർ കിടക്കുക. പിന്നെയോ, വുളൂ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ചോദ്യമാണ് ഭക്ഷണ മര്യാദകൾ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ് ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ്? ആദ്യവും അവസാനവും 2 കൈയും വായയും കഴുകുക, ഇരിക്കുക, വലത് കൈ കൊണ്ടാവുക, ബിസ്മി ചൊല്ലുക, മറന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് ചൊല്ലുക, തൻ്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കുക, നന്നായി ചവച്ചരച്ച് സാവധാനം കഴിക്കുക, പാത്രത്തിൽ ശ്വാസം വിടാതിരിക്കുക, വിരലുകൾ ഊമ്പുക, പാത്രം തുടച്ചു കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ മര്യാദകളായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തത്, ഒരാളും നിന്ന് കുടിക്കരുത്. മറന്നു കുടിച്ചു പോയാൽ അവൻ ബാക്കി എന്താണ്? ഛർദിച്ചു
കളയട്ടെ. അപ്പോൾ അവിടെ ഛർദിച്ചു കളയട്ടെ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പോൾ അവിടെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത് ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ അവിടെ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തെ ചോദ്യം ഔലിയാക്കളുടെ നേതാവാണ് ആരാണ്? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല. അപ്പം അതവിടെ എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ശരിയായവ എടുത്തെഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിയും കൊടുത്തിട്ടുണ്ട്, തെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായത് മാത്രം എടുത്തെഴുതുക. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. ഗീബത്ത് പറയുന്നവനെ തടയണം. കയ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയില്ല. ഞാൻ പുഞ്ചിരിച്ചു സലാം പറയുന്നവനാണ്. അപ്പം ഏതൊക്കെയാണ് ശരി? മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം എന്നുള്ളതും ഗീബത്ത് പറയുന്നവനെ തടയണം എന്നുള്ളതും ഞാൻ പുഞ്ചിരിച്ചു സലാം പറയുന്നവനാണ് എന്നുള്ളതുമാണ് അവിടെ ശരിയായവ. അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 5ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചിഴക്കുന്നവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഉത്തരം എന്താണ്? അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യം അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ത്? ഉത്തരം അവൻ പരിശുദ്ധനാണ്. മൂന്നാമത്തത് ഇൽമ് നാഫിയാകുന്നത് എപ്പോഴാണ്? ഉത്തരം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. നാലാമത്തെ ചോദ്യം മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ ആരാണ്? ഉത്തരം അവര് സ്വഭാവം നന്നായവരാണ്. അഞ്ചാമത്തത് നമീമത്ത് എന്നാൽ എന്താണ്? ഉത്തരം ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ്. അപ്പം അതിനാണ് എന്ത് പറയുക? നമീമത്ത് എന്ന് പറയുക. ഇനി ആറാമത്തെ ഭാഗമാണ് പൂരിപ്പിക്കാം. ഒന്നാമത്തത് വമൻ കഫ ഡാഷ് കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. അപ്പോൾ അവിടെ അളബഹു എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് അൽഹംദുലില്ലാഹില്ലദി ഡാഷ് ബഅദമാ അമാതനി വ ഇലൈഹി നുശൂർ. അപ്പോൾ അവിടെ അഹിയാനി എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.